ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു മലയാളം PYQവും അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സുമാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: താഴെ കൊടുത്തവയിൽ തദ്ധിതത്തിന് ഉദാഹരണമല്ലാത്തത് ഏത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ പുതുമ, ഓപ്ഷൻ ബി ബാല്യം, ഓപ്ഷൻ സി കള്ളത്തരം, ഓപ്ഷൻ ഡി സമർത്ഥം. ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി സമർത്ഥമാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് തദ്ധിതം എന്താണെന്നൊന്ന് നോക്കാം. നാമങ്ങളിൽ നിന്നോ വിശേഷണങ്ങളിൽ നിന്നോ, വിശേഷണത്തിന് ഭേദകം എന്നും പറയും, വിശേഷണങ്ങളിൽ നിന്നോ ഉണ്ടാകുന്ന നാമശബ്ദങ്ങളെ തദ്ധിതം എന്ന് പറയുന്നു. അതായത് നാമങ്ങളിൽ നിന്ന് ഉണ്ടാവുന്നതോ അല്ലെങ്കിൽ വിശേഷങ്ങളിൽ നിന്നോ, അതായത് മടിയുള്ളവൻ, അതിന് മടിയൻ എന്ന് പറയുമല്ലോ. അതായത് മടിയുള്ളത് എന്ന് പറയുമ്പം നമുക്കറിയാം അതൊരു വിശേഷണമാണ്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന നാമമാണ് മടിയൻ. അങ്ങനെയുള്ളതൊക്കെ തദ്ധിതത്തിലാണ് വരുന്നത്. ഇങ്ങനെയുള്ള തദ്ധിതങ്ങൾ 5 വിധത്തിലുണ്ട്. ഫസ്റ്റ് വൺ, തന്മാത്രാ തദ്ധിതം. അനേകം ഗുണങ്ങളിൽ നിന്ന് ഒരു ഗുണം വേർതിരിച്ച് കാണിക്കുന്നതാണ് തന്മാത്രാ തദ്ധിതം. ഉദാഹരണം: വെണ്മ, നന്മ, പുതുമ, കാടത്തം, കുട്ടിത്തം. ഇങ്ങനെയുള്ളതൊക്കെ തന്മാത്രാ തദ്ധിതമാണ്. നെക്സ്റ്റ് സെക്കൻഡ് വൺ, തദ്വത്തദ്ധിതം. അതുള്ളത്, അതിലുള്ളത്, അവിടെ നിന്ന് വരുന്നത് എന്നീ അർത്ഥങ്ങളിൽ സൂചിപ്പിക്കുന്ന തദ്ധിതമാണ് തദ്വത്തദ്ധിതം. അതായത് മടിയൻ, അതായത് മടിയുള്ളത് മടിയൻ, അതുള്ളത് എന്ന കാറ്റഗറിയിലാണ് ഇത് വരുന്നത്. പിശുക്കൻ, പിശുക്കുള്ളതാണ് പിശുക്കൻ. തടിയൻ, തടിയുള്ളവനാണ് തടിയൻ. കിഴക്കൻ, കിഴക്കൻ നിന്ന് വരുന്നവനാണ് കിഴക്കൻ. അപ്പോൾ ഇങ്ങനെയുള്ളതാണ് തദ്വത്തദ്ധിതം. തേർഡ് വൺ, പൂരണി തദ്ധിതം. ഒരു സംഖ്യയോടൊപ്പം ആം, അത്തെ ഇവയിലേതെങ്കിലും ചേർന്ന് പൂരണി തദ്ധിതം നിർമ്മിക്കുന്നു. അതായത് രണ്ടാമത്തെ, രണ്ടാം, ഇങ്ങനെയല്ല. സംഖ്യയോടൊപ്പം ആം, ഇപ്പം 1 എന്ന സംഖ്യയോട് ആം ചേർത്താൽ ഒന്നാം, 1 എന്ന സംഖ്യയോട് അത്തെ ചേർത്താൽ ഒന്നാമത്തെ. അങ്ങനെ ആം, അത്തെ എന്നിവ സംഖ്യയോടൊപ്പം ചേർന്ന് കിട്ടുന്ന തദ്ധിതമാണ് പൂരണി തദ്ധിതം. ഇനി 4, നാമനിർമ്മയി തദ്ധിതം. അൾ, തു, അൻ എന്നീ പ്രത്യയങ്ങൾ പേരച്ചത്തോട് ചേർത്ത് നിർമ്മിക്കുന്ന തദ്ധിതമാണിത്. കണ്ടവൻ, കണ്ടത്. അതായത് കണ്ടത്, കണ്ടവൻ, കണ്ടത്, ഇത് രണ്ടും അൾ, തു, അൻ, ഇത് ഇങ്ങനെയുള്ള പ്രത്യയങ്ങൾ കണ്ട പ്ലസ് അൻ ആണ് കണ്ടവൻ. കണ്ടവൻ, കണ്ട പ്ലസ് തു ആണ് കണ്ടത്. ഓക്കെ, അങ്ങനെ അൾ, തു, അൻ എന്നീ പ്രത്യയങ്ങൾ പേരച്ചത്തോട് ചേർന്ന് നിർമ്മിക്കുന്ന തദ്ധിതമാണ്. പേരച്ചെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഇംഗ്ലീഷിൽ അഡ്ജക്റ്റീവ് പറയുന്നുണ്ടല്ലോ. അതായത് ഒരു നൗണിൻ്റെ മുമ്പേ വരുന്ന വിശേഷണങ്ങൾ, അതുപോലെ ഇവിടെ നാമത്തിന് മുമ്പിൽ വരുന്ന വിശേഷണങ്ങളെയാണ് നമ്മൾ പേരച്ചെന്ന് പറയുക. ഈ പേരച്ചത്തോടു കൂടി അൾ, തു, അൻ എന്നിവ ചേർക്കുന്നതിനാണ് നമ്മൾ നാമനിർമ്മയി തദ്ധിതം എന്ന് പറയുക. ഇനി ഫിഫ്ത്ത് വൺ, സംഖ്യാതദ്ധിതം. സംഖ്യാവിശേഷണങ്ങളാൽ രൂപപ്പെട്ട തദ്ധിതമാണ് സംഖ്യാതദ്ധിതം. അതായത് മൂവർ, ഒരുവൾ, ഒരുവൻ. ഇത് നമുക്ക് മാറിപ്പോകാൻ പാടില്ല. പൂരണി തദ്ധിതം പറഞ്ഞാൽ ആം, അത്തെ ചേരുന്നതാണ് സംഖ്യയോടൊപ്പം. എന്നാൽ സംഖ്യാതദ്ധിതം എന്ന് പറഞ്ഞാൽ സംഖ്യാവിശേഷണങ്ങളാൽ രൂപപ്പെട്ട തദ്ധിതം. അതായത് മൂവർ, 3 പേർ എന്നുള്ളതിൽ, ഒരുവൾ, ഒരു പ്ലസ് അൾ ആണ് ഒരുവൾ. അങ്ങനെ ഒരു സംഖ്യയും അതിൻ്റെ കൂടെ ഒരു സംഖ്യ വിശേഷണമായി വരുന്ന തദ്ധിതമാണ് സംഖ്യാതദ്ധിതം. ഓക്കെ, അപ്പോൾ ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വാഗർത്ഥങ്ങൾ എന്ന പദത്തിനെ വിഗ്രഹിക്കുന്നത് എങ്ങനെ? ഓപ്ഷൻസ് വരുന്നത്: എ വാക്കിൻ്റെ അർത്ഥങ്ങൾ, ഓപ്ഷൻ ബി വാക്കും അർത്ഥവും, ഓപ്ഷൻ സി വാക്കിൻ്റെ അർത്ഥം, ഓപ്ഷൻ ഡി വാക്കും അർത്ഥങ്ങളും. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് വാക്കും അർത്ഥവും എന്നാണ്. ഓക്കെ, വാക്കും അർത്ഥവുമാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ്. അതായത് പൂർവോത്തര അർത്ഥങ്ങൾക്ക് തുല്യ പ്രാധാന്യമുള്ള സമാസമാണ് ദ്വന്ദ്വ സമാസം. ഇതൊരു സമാസം എന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. സമാസം പിന്നീട് വേറൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാം. ജസ്റ്റ് ദ്വന്ദ്വ സമാസം എന്താണെന്ന് ഞാൻ പറയാം. അതായത് പൂർവ്വപദവും ഉത്തരപദവും. ഇവിടെ വാക്കും അർത്ഥവും എന്ന് പറയുന്നത് ഒന്ന് പൂർവ്വപദവും ഒന്ന് ഉത്തരപദവുമാണ്. ഈ 2 പദങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ള തുല്യ പ്രാധാന്യമായതുകൊണ്ടാണ് ഇതിന് നമ്മൾ ദ്വന്ദ്വ സമാസം എന്ന് പറയുന്നത്. അപ്പോൾ കാലുകൾ, കൈയും കാലും രണ്ടിനും ഒരേ പ്രാധാന്യമാണുള്ളത്. രാപ്പകൽ, രാവും പകലും. സുഖദുഃഖം, സുഖവും ദുഃഖവും. ദിനരാത്രങ്ങൾ, ദിനവും രാത്രിയും. വാദ്യമേളങ്ങൾ, വാദ്യവും മേളവും. ഇത്രയും കാര്യങ്ങൾ വരുന്നത് ദ്വന്ദ്വ സമാസത്തിലാണ്. അതായത് ഈ 2 പദങ്ങൾക്കും ഇവിടെ തുല്യ പ്രാധാന്യമാണ് നമ്മൾ പിരിച്ചു എഴുതുന്ന സമയത്ത് കിട്ടുന്നത്. അർത്ഥത്തിൽ രണ്ടിനും തുല്യ പ്രാധാന്യമാണ് കിട്ടുന്നതും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: അന്തരിച്ച നേതാവിന് പ്രമാണമർപ്പിച്ചുകൊണ്ടാണ് യോഗം ആരംഭിച്ചത്. ഈ വാക്യത്തിലെ തെറ്റായ പ്രയോഗം ഏത്?
ഇവിടെ ഓപ്ഷൻസ് വരുന്നത് എ ആരംഭിച്ചത്, ബി അന്തരിച്ച, സി പ്രമാണം, ഡി നേതാവിന്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിൽ ആൻസർ വരുന്നത്. കാരണം പ്രമാണം എന്നല്ല, ശരിക്കും പ്രമാണം എന്ന് പറഞ്ഞാൽ വേറെ മീനിങ് ആണ്. പ്രണാമം എന്നാണ്, പ്രണാമമാണ് നമ്മൾ അർപ്പിക്കുക. അപ്പോൾ ഇവിടെ ശരിക്കും വരേണ്ടത് അന്തരിച്ച നേതാവിന് പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് യോഗം ആരംഭിച്ചത് എന്നായിരുന്നു വേണ്ടത്. അപ്പോൾ ഇങ്ങനെ വരുന്ന അർത്ഥവ്യത്യാസം വരുന്ന, അതായത് ഏകദേശം ഒരേ രൂപത്തിൽ വരും എന്നാൽ അർത്ഥവ്യത്യാസം ഉണ്ടാകുന്ന പദങ്ങൾ നമുക്ക് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് പദങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യാം. പ്രസാദം എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്, എന്നാൽ പ്രാസാദം എന്ന് പറഞ്ഞാൽ മാളികയാണ്. കഥനം, അതായത് ദയ എന്ന് വരുന്ന കഥനമാണ്, ദുഃഖമാണ്. കഥനം എന്ന് പറഞ്ഞാൽ പറച്ചിലാണ്. രുതിരം രക്തം, രുചിരം മനോഹരമാണ്. ഭാഷണം എന്ന് പറഞ്ഞാൽ സംസാരമാണ്. ഭൂഷണം ആഭരണമാണ്. ഗിരി പർവ്വതമാണ്. ഗീര് വാക്ക്. നെക്സ്റ്റ് 4th ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തവയിൽ ശരിയായ പ്രയോഗം ഏത്? അതിഥി ദേവോ ഭവ. ഇതിൽ എങ്ങനെയാണ് എഴുതുക എന്നുള്ളതാണ്. അതിഥി ദേവോ ഭവ എന്നത് എങ്ങനെയാണ് ശരിയായിട്ട് എഴുതുക എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൽ ഓപ്ഷൻ എ ആണ് വരുന്നത്. അതായത് അതിഥി എന്ന് നമുക്ക് എഴുതാൻ അറിയുമെങ്കിൽ ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ശരിയായ പദങ്ങൾ, ചില പദങ്ങൾ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന കുറച്ച് പദങ്ങളുണ്ട്. അതിൻ്റെ ശരിയായ രൂപം നമുക്കൊന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാം. കുറച്ച് പദങ്ങൾ നോക്കാം. അഷ്ടകം, അഷ്ടകത്തിൽ ഡ വരുന്നത്, ഈ അഷ്ടകത്തിൻ്റെ ഡ വരുന്നത് ഈ ഒരു ഡായാണ്. ഓക്കെ, ശ്രദ്ധിക്കണേ. കലോത്സവം, കയ്യാമം. അപ്പം നമ്മൾ ശരിക്കും കയ്യാമം എന്നൊക്കെ വിചാരിക്കും, പക്ഷേ കയ്യാമമാണ് വരിക. വഞ്ചിക, പൊൽക്കുടം, പൊൻകുടമല്ല പൊൽക്കുടം. ജനപദം, ഐതിഹ്യം, ബലിഷ്ഠം, ഇച്ഛ, കനിഷ്ഠൻ, അവിടത്തെ, നിസ്തേജൻ, സ്വേച്ഛ, അച്ഛൻ്റെ ചായാണ് വരുന്നത്. കൃത്രിമം, ദിനപത്രം, ദിനപത്രം വേണ്ട ദിനപത്രം. ഘാതിക, 200, ശ്രേഷ്ഠം, അസ്ഥി. ഐക്യകണ്ഠ്യേന, ഐക്യ വേണ്ട ഐക്യകണ്ഠ്യേന. അവാസ്തവം, അത്യുജ്വലം, ഉന്മുഖം. ശിപാർശ, ശുപാർശയല്ല ശിപാർശ. തത്വമസി, കുരുതി. ആഡംബരം, ആഡംബരത്തിൻ്റെ ഡാക്കി വല്ല ആഡംബരമൊന്നും വേണ്ട, ആഡംബരം ഇത്രയേ ഉള്ളൂ. സാരഥി, ശബ്ദതാരാവലി, ഉദ്ബോധനം, നിശബ്ദം, അധിഷ്ഠിതം, അസ്ഥിവാരം. ഭഗവത്ഗീത, ജ്യോതിഷം, കൈയക്ഷരം. ശുശ്രൂഷ, കണ്ഠം, അസ്വാസ്ഥ്യം, ഉദ്ഗ്രഥനം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു 4-5 പ്രാവശ്യം വായിച്ച് നോക്കി ഈ പദങ്ങളിലൂടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ ഓപ്ഷൻസ് കാണുന്ന സമയത്ത് നമുക്ക് ശരിയായത് കണ്ടെത്താൻ സാധിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചോര എന്ന പദത്തിൻ്റെ പര്യായ പദം അല്ലാത്തതേത്? ഓപ്ഷൻസ് രൂപതം, ശോണിതം, രുതിരം, രോഹിതം. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം എന്തൊക്കെയാണ് രക്തത്തിൻ്റെ, ഇവിടെ രക്തത്തിൻ്റെ പര്യായങ്ങൾ എന്തൊക്കെയാണ് വരുന്നത്? നിണം, ശോണിതം, രുതിരം, ലോഹിതം. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് രൂപതം എന്ന് പറഞ്ഞാൽ ചോരയല്ല. അപ്പോൾ ശോണിതം, രുതിരം, രോഹിതം, ഈ 3 ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ വരുന്നത്. അതായത് രൂപതത്തിൻ്റെ ആൻസർ രക്തമല്ല. രക്തത്തിൻ്റെ പര്യായം, ഇനി നമുക്ക് കുറച്ച് പര്യായങ്ങൾ നോക്കാം. രക്തത്തിൻ്റെ പര്യായങ്ങൾ വരുന്നത് നിണം, ശോണിതം, രുതിരം, ലോഹിതം. ശബ്ദം വരുന്നത് ധ്വനി, രവം, നിനാദം, ധ്വാനം, ഒലി. കിണർ, കൂപം, ആപീനം, സുഭം, അന്തു. വെളുപ്പ്, ശുഭ്രം, ഗൗരം, ദൂസരം. നാവ്, ജിഹ്വ, രസന, രസജ്ഞ. രസം അറിയുന്നതാണല്ലോ നാവ്, അതുകൊണ്ട് രസന, രസജ്ഞ നമുക്ക് കിട്ടും. ജിഹ്വ എന്ന് പറഞ്ഞാലും നാവാണ്. മുല്ല, മല്ലിക, കുന്തം. ഗൃഹം, ഭവനം, ഗേഹം, സദനം, വേശ്മം. താമര, നളിനം, രാജീവം, അരവിന്ദം, പുഷ്കരം. ആകാശം, വാനം, മാനം, ഗഗനം, വ്യോമം, നഭസ്, അമ്പരം. കണ്ണാടി, കണ്ണാടിയുടേത് വരുന്നത് ദർപ്പണം, മുകുരം, സ്ഫടികം, ആദർശം. ഇത്രയും പര്യായങ്ങളാണ് ഇവിടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അർജൻറ്റീനയുടെ ജേഴ്സി എഴുതിയതായത് ഇതൊരു കൃതിയാണ്. അർജൻറ്റീനയുടെ ജേഴ്സി
ഇതിൽ ഓപ്ഷൻസ് വരുന്നത് ഖാലിദ് ഹൊസൈനി, ലയണൽ മെസ്സി, ബെന്യാമിൻ, KR മീര. ഓപ്ഷൻ സി ബെന്യാമിനാണ് ആൻസർ വരുന്നത്. അപ്പോൾ നമുക്ക് ബെന്യാമിൻ്റെ കുറച്ച് കൃതികൾ ഇനി പരിചയപ്പെടാം. ആടുജീവിതം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ബെന്യാമിൻ്റെ കൃതിയാണ് ആടുജീവിതം. അക്കപ്പോരിൻ്റെ 20 നസ്രാണി വർഷങ്ങൾ. നെക്സ്റ്റ് അൽ അറേബ്യൻ നോവൽ ഫാക്ടറി, മുല്ലപ്പൂ നിറമുള്ള പകലുകൾ, യൂത്താനേഷ്യ, EMSഉം പെൺകുട്ടിയും, മഞ്ഞവെയിൽ മരണങ്ങൾ, ഇരട്ടമുഖമുള്ള നഗരം, അഭിഷകിൻ. ഒന്നുകൂടി പറയാം. ആടുജീവിതം ബെന്യാമിൻ്റെ കൃതികളാണ്. ആടുജീവിതം, അക്കപ്പോരിൻ്റെ 20 നസ്രാണി വർഷങ്ങൾ, അൽ അറേബ്യൻ നോവൽ ഫാക്ടറി, മുല്ലപ്പൂ നിറമുള്ള പകലുകൾ, യൂത്താനേഷ്യ, EMSഉം പെൺകുട്ടിയും, മഞ്ഞവെയിൽ മരണങ്ങൾ, ഇരട്ടമുഖമുള്ള നഗരം, അഭിഷകിൻ. അപ്പോൾ 7ാമത്തെ ക്വസ്റ്റ്യൻ, വൈശാഖൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻസ് പൊൻകുന്നം വർക്കി, NP ചെല്ലപ്പൻ, CV ശ്രീരാമൻ, MK ഗോപിനാഥൻ നായർ. ഇതിൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. വൈശാഖൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് MK ഗോപിനാഥൻ നായരാണ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് തൂലികാനാമങ്ങൾ പരിചയപ്പെടാം. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് MK മേനോൻ ആണ്. വിലാസിനി MK മേനോൻ. സഞ്ജയൻ MR നായരാണ്. മാലി V മാധവൻ നായരാണ്. അപ്പം നമ്മളിത് വായിച്ച് തന്നെ പഠിച്ചാൽ മതി. മാലി V മാധവൻ നായർ, മാലി V മാധവൻ നായർ. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർമ്മയിൽ നിൽക്കും. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. കട്ടക്കയം ചെറിയാൻ മാപ്പിള. കോവില എന്ന് പറഞ്ഞാൽ VV അയ്യപ്പൻ. അത് കോവിൽ V ഉണ്ടല്ലോ, അപ്പോൾ VV അയ്യപ്പൻ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. P എന്ന് പറഞ്ഞാൽ P കുഞ്ഞിരാമൻ നായർ. പാറപ്പുറത്ത് KE മത്തായി. നന്ദനാർ PC ഗോപാലനാണ്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. പിന്നെ ചെറുകാട് ഗോവിന്ദ പിഷാരടിയാണ്. ചെറുകാട് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ഗോവിന്ദ പിഷാരടി. കേസരി ബാലകൃഷ്ണപിള്ള. കേസരി ബാലകൃഷ്ണപിള്ളയാണ്. ഏകലവ്യൻ KM മാത്യൂസ് ആണ്. ഏകലവ്യൻ KM മാത്യൂസ്. ഉറൂബ് PC കുട്ടിക്കൃഷ്ണൻ. ഉറൂബ് PC കുട്ടിക്കൃഷ്ണൻ. ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ്. ഇടമറുക് TC ജോസഫ്. ഇടമറുക് TC ജോസഫാണ്. ആനന്ദ് P സച്ചിദാനന്ദൻ. ആനന്ദ് P സച്ചിദാനന്ദനാണ്. അഭയദേവ് അയ്യപ്പൻ പിള്ള. പ്രേംജി MP ഭട്ടതിരിപ്പാടാണ്. കാക്കനാടൻ ജോർജ് വർഗീസ്. കാക്കനാടൻ ജോർജ് വർഗീസ്. ഓംചേരി N നാരായണപിള്ള. ഓംചേരി N നാരായണപിള്ള. ആശാമേനോൻ K ശ്രീകുമാർ. ആശാമേനോൻ K ശ്രീകുമാർ. അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അക്കിത്തം അച്യുതൻ നമ്പൂതിരി. തോപ്പിൽ ബാസി ഭാസ്കരൻ പിള്ള. തോപ്പിൽ ബാസി ഭാസ്കരൻ പിള്ള. പവനൻ PV നാരായണൻ നായരാണ്. പവനൻ PV നാരായണൻ നായർ. MRB MR ഭട്ടതിരിപ്പാട്. MRB MR ഭട്ടതിരിപ്പാട്. തിക്കോടിയൻ P കുഞ്ഞനന്ദൻ നായർ. തിക്കോടിയൻ P കുഞ്ഞനന്ദൻ നായർ. അപ്പോൾ ഇത്രയും തൂലികാനാമങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2013 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതായി. ഇത് കുറച്ച് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ടാണ്. അന്ന് ലഭിച്ചിരുന്നത് MK സാനുവിനാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇനി എഴുത്തച്ഛൻ പുരസ്കാരത്തെക്കുറിച്ച് കുറച്ച് ഡിസ്കസ് ചെയ്യാം. സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 1993 ഇനി ഈ ലേറ്റസ്റ്റ് ആയിട്ട്, അതായത് 33ാമത്തെ എഴുത്തച്ഛൻ അവാർഡ് 2024 എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ചത് NS മാധവനാണ്. ഈ NS മാധവനാണ് 33ാമത്തെ എഴുത്തച്ഛൻ അവാർഡായ അവാർഡ് ലഭിച്ചത് NS മാധവൻ. ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ശൂരനാട് കുഞ്ഞൻപിള്ളയാണ്. എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ നിലവിലെ സമ്മാനത്തുക 5 ലക്ഷം രൂപയാണ്. അപ്പോൾ ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാരാണ്? ശൂരനാട് കുഞ്ഞൻപിള്ള. ലേറ്റസ്റ്റ് ആയിട്ട് 2024 ലഭിച്ചത് ആർക്കാണ്? NS മാധവൻ. ഇനി 99ാമത്തെ ക്വസ്റ്റ്യൻ, ചെല്ലം പെരുത്താൽ ചിതറിയിരിക്കും. ഇതൊരു പ്രോവർബാണ്. സ്പെയർ ദ റോഡ് ആൻഡ് സ്പോയിൽ ദ ചൈൽഡ്. ഇതാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ നമുക്കിനി കുറച്ച് പ്രോവെബ്സും അതിൻ്റെ മലയാളം ചൊല്ലുകളും അതിന് സമാനമായിട്ടുള്ള മലയാളം ചൊല്ലുകളും പഠിക്കാം. ടൈം ഹീൽസ് ഓൾ വൂൺസ്. കാലം എല്ലാ മുറിവുകളും ഉണക്കും. ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. ഹീ ഹൂ ഫോളോസ് 2 ഹെയർസ് ക്യാച്ചസ് നെയ്ത്. ഇരുതോണിയിൽ കാലു വയ്ക്കരുത്. ബൊറോവ്ഡ് ഗാർമെൻറ്റ്സ് നെവർ ഫിറ്റ്. ഏച്ചുകെട്ടിയാൽ മുഴച്ചിരിക്കും. എ ലിറ്റിൽ നോളജ് ഈസ് എ ഡേഞ്ചറസ് തിങ്. അല്പജ്ഞാനം ആപത്ത്. വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. ടു മെനി കുക്സ് സ്പോയിൽ ദ ബ്രോത്ത്. ആളേറെ കൂടിയാൽ പാമ്പ് ചാവില്ല. ദ പെൻ ഈസ് മൈറ്റിയർ ദാൻ സ്വോർഡ്.
പടവാള് കൊണ്ട് സാധിക്കുന്നതിലധികം തൂലിക കൊണ്ട് നേടാൻ സാധിക്കും. നെസസിറ്റി ക്യാൻ മേക്ക് ഇവൻ ദ ടിമിഡ് ബ്രേവ്. ധീരനല്ലാത്തവനും ആവശ്യം വന്നാൽ ധീരനാകും. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. പയ്യെ തിന്നാൽ പനയും തിന്നാം. എ റോളിംഗ് സ്റ്റോൺ ഗാദർ നോ മോസ്. ഉരുളുന്ന കല്ലിൽ പായൽ പുരളുമോ. ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്സ്. കുരയ്ക്കുന്ന പട്ടി കടിക്കാറില്ല. ഇത്രയും പ്രോവർബ്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് 100th ക്വസ്റ്റ്യൻ, 100ാമത്തെ ക്വസ്റ്റ്യൻ. പോകേണ്ടത് പോയാലേ വേണ്ടത് തോന്നൂ. ഇതിന് സമാനമായിട്ട് വരുന്നത് ഏതാണ്? എ സ്റ്റിച്ച് ഓൺ ടൈം സേവ്സ് ന്യായൻ. ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ ബി മേക്ക് ഹൈ വൈൽ സൺഷൈൻ. ഓപ്ഷൻ സി എവറിബഡി ഈസ് വൈസ് ആഫ്റ്റർ ദ ഇവൻറ്റ്. ഓപ്ഷൻ ഡി ടു മെനി കുക്സ് സ്പോയിൽ ദ സൂപ്പ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ടു ബെൽ ദ ക്യാറ്റ്. പൂച്ചക്ക് മണി കെട്ടുക. ഫോർബിഡൻ ഫ്രൂട്ട്. വിലക്കപ്പെട്ട കനി. നേക്ഡ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ നഗ്ന സത്യം. സോർ ഗ്രേപ്പ്. പുളിക്കും മുന്തിരി എന്നാണ് അർത്ഥം. അതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ മനസ്സിലാവും. ടു സ്മെൽ എ റാറ്റ്. സംശയിക്കാൻ കാരണമുണ്ടാക്കുക. ടു നിപ്പ് ഇൻ ദ ബഡ്. മുളയിലെ നുള്ളുക. എ സ്റ്റോം ഇൻ ദ ടീ കപ്പ്. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ്. ടു ച്യൂ ദ കഡ്. അയവിറക്കുക. ബ്ലാക്ക് മാർക്കറ്റ്. കരിഞ്ചന്ത. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. സോ എല്ലാവരും നമ്മുടെ ചാനൽ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യുക. താങ്ക് യു.